സതീശ, ചെയ്യാത്ത ജോലിക്ക് എന്തിനാണ് നികുതിപ്പണം വാങ്ങി പുട്ടടിക്കുന്നത്? അത് ഒരു തരം നോക്കുകൂലിയല്ലേ? ഇന്നിപ്പോ നിയമസഭ ചേർന്നു. അതിദാരിദ്ര്യമുക്ത നാടായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഒരു സുപ്രധാന സഭാ സമ്മേളനം, അതും ശനിയാഴ്ചയായിട്ടും. സ്വാഭാവികമായിട്ടും ആ സഭാ സമ്മേളനം ചേരുമ്പോൾ ലക്ഷങ്ങൾ തന്നെ ചെലവാകും. അത് ആര് തന്നെ പറയുന്നുണ്ട്? സതീശൻ തന്നെ. പ്രഖ്യാപനങ്ങൾ സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക. നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ 300 സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും, കേട്ട് നമ്മൾ മടങ്ങിപ്പോരണം. ഒരു ചർച്ചയും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവാക്കി. കേട്ടല്ലോ, ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് സർക്കാർ സഭാ സമ്മേളനം വിളിച്ചു ചേർത്തത് ആണല്ലോ. ആ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോ എന്ത് ചെയ്യണം? ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കണം. കാര്യം പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ചേരുന്ന സഭാ സമ്മേളനമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ച നടക്കേണ്ട സഭയാണ് നിയമസഭ. അവിടെ കൃത്യമായിട്ട് വരിക, ഒപ്പിടുക, അലവൻസ് മേടിക്കുക. അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2000-3000 രൂപ ഒരു ജോലിയും ചെയ്യാതെ, ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാതെ വന്ന് ഒപ്പിട്ട് ഞങ്ങൾ ഇതാ ബഹിഷ്കരിക്കുന്നു എന്ന പേരിൽ ഇറങ്ങിപ്പോയി മാധ്യമങ്ങളുടെ മുന്നിൽ പോയി നിന്ന് നേരത്തെ കാണിച്ചതുപോലെയുള്ള വാചക കസർത്ത് നടത്താൻ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കേരളത്തിലെ പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടതുണ്ടോ? അതൊരു നോക്കുകൂലിയല്ലേ?